ദേശീയപാതയിൽ ആരുടെയും ശ്രദ്ധ പതിയാത്ത ഇടത്തായതിനാൽ കെ.എസ്.ആർ.ടി.സി. പയ്യന്നൂർ ഡിപ്പോയിലെ വാഹനപുക പരിശോധന കേന്ദ്രം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. കേരളത്തിലെ മൂന്നാമത്തെ കെ.എസ്.ആർ.ടി.സി. വാഹനപുക പരിശോധന കേന്ദ്രമാണ് പയ്യന്നൂരിലേത്. ദേശീയപാതയിൽ ആരുടെയും ശ്രദ്ധ കിട്ടാത്ത സ്ഥലത്തായതിനാൽ കെ.എസ്.ആർ.ടി.സി. പയ്യന്നൂർ ഡിപ്പോയിലെ വാഹന പുക പരിശോധന കേന്ദ്രം പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപകാരപ്രദമാകുന്നില്ല. കേരളത്തിലെ തന്നെ മൂന്നാമത്തെ കെ.എസ്.ആർ.ടി.സി. വാഹന പുക പരിശോധന കേന്ദ്രമാണ് പയ്യന്നൂരിലേത്. കൂടാതെ പൊതുജനങ്ങൾക്കുള്ള ഒരു ധാരണയാണ് കെ.എസ്.ആർ.ടി.സി. വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ പുക പരിശോധന നടത്താൻ സാധിക്കൂ എന്നത്. എന്നാൽ എല്ലാവർക്കും ഇവിടെ നിന്നും ഈ കേന്ദ്രത്തെ പ്രയോജനപ്പെടുത്താം. ഈ ഒരു പയ്യന്നൂർ കെ.എസ്.ആർ.ടി.സി. സ്റ്റാൻഡിൽ തന്നെ വാഹന പുക പരിശോധന കേന്ദ്രമുണ്ടായിട്ടും പയ്യന്നൂരിലുള്ളവർക്ക് തന്നെ അത് അറിയുന്നില്ല എന്നൊരു കാര്യമുണ്ടല്ലേ? കെ.എസ്.ആർ.ടി.സി. തിരുവനന്തപുരം, ആലുവ, അതിനുശേഷം പയ്യന്നൂർ ഡിപ്പോയിലുമാണ് കെ.എസ്.ആർ.ടി.സി. പൊല്യൂഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കുറച്ച് ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടായതുപോലും, അതുമാത്രമല്ല കെ.എസ്.ആർ.ടി.സി. ബസ്സുകൾക്ക് മാത്രമാണ് ഈ പൊല്യൂഷൻ സെൻറ്റർ എന്നുള്ള ഒരു പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയും കാരണം വാഹനങ്ങൾ അധികം വരുന്നുണ്ടെങ്കിൽ പോലും അധികം കെ.എസ്.ആർ.ടി.സി. പൊല്യൂഷൻ സെൻറ്റർ ആശ്രയിക്കുന്നതിൽ എണ്ണം വളരെ കുറവാണ്. അത് സംബന്ധിച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ സൗകര്യമുണ്ട്. വാഹനം തിരിക്കുന്നതിനും മാറ്റുന്നതിനും പാർക്ക് ചെയ്യുന്നതിനൊക്കെ വിപുലമായ സൗകര്യമുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ആ രീതിയിൽ ഇത് എത്തിയിട്ടില്ല. എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കെ.എസ്.ആർ.ടി.സി. നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.